നിധി, ഈ കോണ്ടം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒന്ന്, നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. കോണ്ടംസ് മെയിൻ ആയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പലതരത്തിലുള്ള കോണ്ടംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മൗത്ത് ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ലേഡീസിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ ഡോട്ടഡ് റിബ്ഡ് ഒക്കെ ആയിട്ടുള്ള ടെക്സ്റ്റൈഡ് കോണ്ടംസ് ലഭ്യമാണ്. അതേപോലെ തന്നെ ലൂബ്രിക്കേഷൻ ഉള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള കോണ്ടംസ് ഉണ്ട്, പിന്നെ സ്പെർമിസൈഡ് കോട്ടഡ് ആയിട്ട് വരുന്നുണ്ട്, ടൈമിംഗ് കൂടുതൽ കിട്ടാനുള്ള ടൈപ്പ് ഓഫ് കോണ്ടംസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ടംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ആവശ്യം, അതിനനുസൃതമായിട്ട് അത് വാങ്ങിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള സൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൂസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് പോകാനും റിസ്ക് ചാൻസസും ഉണ്ട്. അതേപോലെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടത്തിന്റെ പുറത്ത് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റത്തിനെല്ലാം കാര്യം പറഞ്ഞ പോലെ ഇതും എക്സ്പയർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ചെക്ക് ചെയ്തിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോണ്ടം പാക്കറ്റ് പ്രസ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ എയർ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ